ടീമൊക്കെ അവിടെ കൊറേ ടീം ഉണ്ടായിരുന്നല്ലോ നിങ്ങളിപ്പം. ഞാന് ഗൾഫിലായിരുന്ന ഒരു മാസം ലീവിൽ വരുമ്പോ എന്റെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ നിർത്തി പോകുന്നപ്പോ ഒരു മനുഷ്യന് കാണാനില്ല. ഒരു മാസമൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ദാസേട്ടാ, നിങ്ങൾക്ക് അത് അറിയില്ല. പൈസ ഉണ്ടാവുമ്പോള് ആളിഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവും തോന്നിണ്ടാവില്ല. അപ്പൊ ഒക്കെ മാറി നടക്കും. നാട്ടിൽ നടക്കുന്ന സംഭവം അതിപ്പോ നിങ്ങൾ മനസ്സിലായിട്ടില്ല. അല്ല ഉണ്ണേ, ഒരു 5000 ഉറുപ്പ്യ കിട്ടുമോ തരാൻ? അത്യാവശ്യമാണ്, ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാം. വൈകുന്നേരത്തേക്ക് നോക്കാം നമുക്ക്. ഞങ്ങളൊന്ന് വിളിച്ചോണ്ടു കേട്ടാ. അപ്പൊ അത്യാവശ്യമായിട്ട് നിങ്ങൾ കണ്ടപ്പോ അങ്ങനെ ഉണ്ടായതാണ്. നോക്കാം നമുക്ക്, നിങ്ങൾ വിളിച്ചോണ്ടു. ഉണ്ണി വൈകുന്നേരം തരാന്ന് പറഞ്ഞ പൈസ എനിക്ക് ഇപ്പൊ കിട്ടിയതെന്ന് അത്യാവശ്യം. ഉണ്ണി സാധിക്കൂലെന്ന് വിചാരിക്കണേ. ദാസേട്ടാ, നിങ്ങൾ ഇവിടെ ഇരിക്കണല്ലേ? നിങ്ങളെ ഫോൺ നമ്പറാണ് അറിയില്ല. ഞാനൊരാള് വെയിറ്റ് ചെയ്ത് നിൽക്കണേ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ദാസേട്ടാ, നിങ്ങൾ കാത്തുങ്ങൾ ആൾക്കാരൊന്നും വരൂല. നിങ്ങൾ കാര്യം ചെയ്ത് വെക്കി, ആവശ്യങ്ങൾ നടക്കട്ടെ. സാഫിയെ വളരെ ഉപകാരം സാഫി. ഞാൻ പറ്റ കുടുങ്ങി നിൽക്കുകയാണ്. കുറെ എന്റെ കൂട്ടുകാരൊക്കെ ഞാൻ വിളിച്ചിട്ട് ആരും എനിക്ക് ഫോൺ ഇല്ല. എന്താ ചെയ്യാ സാഫിയോട് എങ്ങനെ നന്ദി പറഞ്ഞു എനിക്കറിയാം. വളരെ ഉപകാരം സാഫി. ദാസേട്ടാ, അത് നമ്മള് വിചാരിച്ച ആൾക്കാരൊക്കെ നമുക്ക് വിചാരിക്കാത്ത ആൾക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഓന് നിങ്ങൾ ആ പൈസ നിങ്ങൾക്ക് തന്നാല് തിരിച്ചു തരുമോ എന്നുള്ളൊരു പേടി ഓനക്കുണ്ട്. കാരണം നിങ്ങൾ ഗൾഫൊക്കെ നിർത്തി വന്നതാണ്. അപ്പൊ ഇവിടെ പണിയും കാര്യങ്ങളും ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയൂല. ഓല പറഞ്ഞ കാര്യം ഓരോ ചിന്ത എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്നാലും എന്താ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കാന്നുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ ആ പീടിയിൽ നിൽക്കും നിങ്ങൾ വന്ന വെള്ളം എന്താ വെച്ചാൽ നമുക്ക് മേടിച്ചു തരലാണ്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കലുണ്ടാവില്ല, കാരണം എല്ലാവരുടെ കൂട്ടത്തിലും വന്ന് നിങ്ങൾ നല്ല പൈസയും കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഞാൻ പോവാണ്. ഞാനിപ്പോ ഇത് തരാനായിട്ട് ഇറങ്ങിയതാ.